ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സീറോ ബസ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ കുറച്ച് വർക്ക് കയറ്റാനും കുറച്ച് വർക്ക് കളയാനും വേണ്ടി പോവാണ്. കാരണം ഈ വണ്ടി ചെറുതായിട്ടും കൂടി വർക്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സിറ്റി 2 നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ബസ്സിനാണ് വന്നത്. കാരണം എൻ്റെ വണ്ടി ഞാൻ സർവീസിന് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മുടെ മല്ലു ബ്രോ ആണെങ്കിൽ നേരെ വേറെ എങ്ങോട്ടോ ഫ്രണ്ട്സിനെ കാണാനോ വീട്ടിലേക്ക് വരാനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാലത്തിറങ്ങിയാണ്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ വൈകിച്ചില്ല, നേരെ അവിടെ നിന്ന് ബസ്സിനങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കിടക്കണ കിടപ്പാണിത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഡ്രൈവർമാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇന്ന് ഈ വണ്ടിക്ക് വേറെ ഓട്ടവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ഓട്ടത്തിന് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വർക്കിന് കൊണ്ടുപോവാണ് നമ്മുടെ വണ്ടി സിറ്റി വണ്ടിത്തെ ഇവിടെ അടുത്തുള്ള ഒരു ഗ്യാരേജിൽ കൊണ്ടുപോകേണ്ട വണ്ടി. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ചില സ്റ്റിക്കറൊക്കെ ഒലിച്ചളയണം, ചിലതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി അവിടെ കൊണ്ടിടാം. ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ഉണ്ട്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി വർക്ക് കയറ്റാൻ പോവാണ്. കുറച്ച് വർക്ക് കളയും, ആ സ്ഥാനത്തും ഒക്കെ ആയിട്ട് വേറെ കുറച്ച് വർക്കിനെ കയറ്റും. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ വേറെ കുറച്ച് ഡിസൈനും കൂടി കാണാനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഇവർ അത് പറയുന്ന പോലെ തന്നെ സെറ്റാക്കി തരും. അത്യാവശ്യം നല്ല ഗ്യാരേജ് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് എല്ലാ കാര്യവും ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതി അവർക്ക്. ബാക്കി ആളിലൊന്നുമില്ല. കുറച്ച് വണ്ടികളൊക്കെ വന്ന് കിടക്കണുള്ളൂ വർക്കിനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് അവർക്ക് സാവധാനം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓട്ടോകളൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നമുക്കൊരു മിനി വാൻ ഉണ്ട്. അപ്പോൾ ആ വാനിൽ ഒപ്പിക്കാൻ പറ്റുന്ന ട്രിപ്പുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ ഗ്യാരേജ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കിടക്കുന്ന ബസ് ഫുള്ള് വർക്ക് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ തൊട്ട് പുറകിൽ കൊണ്ടിടാൻ വണ്ടി. കാരണം അവർക്ക് വർക്ക് എടുക്കാൻ വേറെ കുറച്ച് വണ്ടികളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വണ്ടി എടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഓണേഴ്സിനൊക്കെ സാവധാനം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ വേഗം എടുക്കാം. അതെന്തായാലും ഇവർ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് ഇതാവും. കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തോളും. അത്യാവശ്യം നല്ല ഗ്യാരേജുമാണ്. നമുക്ക് പറയുന്ന പോലെ തന്നെ അവർ ചെയ്തു തരും. ഈ സ്റ്റിക്കറൊക്കെ ഇവിടെ നിന്ന് തന്നെ ഒട്ടിച്ച് തന്ന. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അവർ അവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ആരും കണ്ടില്ല. എനിക്ക് തോന്നുന്നു അവരെല്ലാവരും അവിടെ പോയി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ കുറച്ച് ഡിസൈൻ കയറ്റിയിട്ടുണ്ട്. ഡിസൈൻസ് ഞാൻ വിളിച്ച് കളയണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. എന്തായാലും സിറ്റി 2 തന്നെ ഞാൻ ഈ വണ്ടി ഇവിടെ കൊടുത്തിട്ട് നേരെ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ ഞാൻ സിറ്റി 2 പിന്നെയും ബസ് കയറാൻ പോകും. എന്തായാലും ഞാനിനി അവർ പോയി കാര്യങ്ങളൊക്കെ പറയട്ടെ. എന്തായാലും ഞാൻ ഡ്രൈവർമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഇവിടെ ഈ ഗ്യാരേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിട്ട് വന്ന് നോക്കിയാൽ മതി എന്നൊക്കെ. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇനി നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് പോവാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ സിറ്റി 2 പോവാം. ഞാൻ മല്ലു ബ്രോനെ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോ വേറെ ഏതോ ഒരു സ്ഥലത്താണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും സിറ്റി 1 വരാൻ അത്യാവശ്യം നല്ല നേരം എടുക്കും. എനിക്കെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പുതിയ കമ്പനിക്ക് പോകണം സിറ്റി 2. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇവിടുന്ന് ബസ് തരാൻ വേണ്ടി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഇനി എന്തായാലും അവിടെ പോയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ബസ് കയറാം, സിറ്റി 2 പോവാം. അവിടെ നമ്മുടെ കമ്പനിയുടെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങാം.
പിന്നെ നമുക്ക് നേരെ കമ്പനിയിലൊക്കെ കയറി മല്ലു ബ്രോ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ നൈറ്റ് എന്തായാലും നമ്മുടെ കമ്പനിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. സിറ്റി ടൂവിലെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം. പിന്നെ ബ്രോക്ക് നല്ല സന്തോഷമുണ്ട് BMW കിട്ടാൻ. അപ്പോൾ എന്തായാലും ബ്രോയുടെ അത്യാവശ്യം നല്ലോണം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ബ്രോ എല്ലാം എന്തിനോ ആയിട്ട് കൊടുത്തതാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ തന്നെയാണ്. എന്തോ കാശിനെ കൊണ്ട് അത്യാവശ്യം വന്നപ്പോൾ കൊടുത്തെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാനും ബ്രോയും അത്ര കൂട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഒരു മീറ്റപ്പിനൊക്കെ പോകുമ്പോൾ കണ്ടുമുട്ടി. അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സായി. പിന്നെ അത് ബെസ്റ്റ് ഫ്രണ്ട്സിലേക്ക് പോയി. അതാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരെ എത്തിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ പുള്ളിയുടെ അത്യാവശ്യം നല്ലോണം വണ്ടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏതോ 25 വണ്ടികളോ 26 വണ്ടികളോ കണ്ട് റോഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്തിനോ ആരൊക്കെ ചോദിച്ചപ്പോൾ കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആളിപ്പോൾ ഇങ്ങനെ ആയത്. ഇനിയിപ്പോൾ ഒരു കംബാക്ക് ഉണ്ടാവും ആൾക്ക്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.